നമസ്കാരം. ഞാൻ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൽ ഒരു ജോലി ആഗ്രഹിക്കുന്ന 10ാം ക്ലാസ് ജയിച്ചവർക്കുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ സപ്ലൈകോയിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ഇനിയും ലഭിക്കാൻ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. കേരളത്തിലെ 2024 ഡിസംബർ 30 കേരള ഗസറ്റിലാണ് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുള്ളത്. ഇതിലേക്ക് നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 2025 ജനുവരി 29 എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക, കേരള PSCക്ക് നിങ്ങൾ അപേക്ഷിക്കുകയാണെങ്കിൽ ആദ്യം ഒരു വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. ആദ്യമായിട്ട് അപേക്ഷിക്കുമ്പോൾ ഒരിക്കൽ മാത്രം ഈ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ മതിയാവും. അതുപോലെ ഡീറ്റെയിൽസ് പിന്നീട് പറയാം. ഈ വേക്കൻസി ഉള്ളത് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് സപ്ലൈകോയിലാണ്. പോസ്റ്റിന്റെ പേര് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്നുള്ളതാണ്. 23,000 മുതൽ 50,200 എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പ്രതീക്ഷിക്കുന്ന ഒഴിവുകളിലേക്കാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലേക്കുള്ള നേരിട്ടുള്ള നിയമനമായിരിക്കും. 18 മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അതായത് 2/1/1998 1/1/2006 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഈ ദിവസങ്ങൾ ഉൾപ്പെടെയാണ് എന്ന കാര്യം മനസ്സിലാക്കുക. അതോടൊപ്പം SC/ST പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ടവർക്ക് 5 വർഷവും OBC നോൺ ക്രീമിനൽ ആയിട്ടുള്ളവർക്ക് 3 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞു, ഇതിന്റെ ക്വാളിഫിക്കേഷൻസ് എന്നുള്ളത് 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ളവർക്കൊക്കെ അപേക്ഷിക്കാനായിട്ട് കഴിയും. നേരിട്ടുള്ള നിയമനമാണെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ എങ്ങനെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ ആദ്യമായിട്ട് കേരള PSCക്ക് അപേക്ഷിക്കുമ്പോൾ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് കേരള PSCയുടെ വെബ്സൈറ്റായ www.keralapsc.gov.in എന്ന സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ലഭിക്കുന്ന യൂസർ ഐഡിയും പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങളുടെ പ്രൊഫൈലിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എത്ര പോസ്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു മൊബൈൽ ഉപയോഗിച്ച് പോലും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക, ആ കാറ്റഗറി നമ്പർ സെലക്ട് ചെയ്തിട്ട് ഇതിൽ അപ്ലൈ നൗ കൊടുത്ത് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും. അതുപോലെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ റീസെന്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ ഫോട്ടോയുടെ അടിയിൽ നിങ്ങളുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അതുപോലെ കേരള PSCക്ക് തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. അപേക്ഷാ ഫീസൊന്നുമില്ല. അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം അതിന്റെ ഒരു പ്രിന്റ് എടുത്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ കേരള PSCയുമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ആവശ്യം കോൺടാക്ട് ചെയ്യണമെങ്കിൽ പ്രയോജനം ചെയ്യും. അങ്ങനെ ചെയ്യാനായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക. അതിൽ മൈ ആപ്ലിക്കേഷൻസ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കോപ്പി എടുത്ത് സൂക്ഷിക്കാനായിട്ട് പറ്റും. അതുപോലെ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക, സത്യസന്ധമായ വിവരങ്ങളൊക്കെ നൽകാൻ ശ്രദ്ധിക്കണം. കാരണം തെറ്റായ ഇൻഫർമേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് കണ്ടുപിടിക്കപ്പെട്ട് നമ്മുടെ നിയമനം ക്യാൻസലായി പോകുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഈ നിയമനവുമായിട്ട് ബന്ധപ്പെട്ടായാലും OMR ടെസ്റ്റോ ഓൺലൈൻ ടെസ്റ്റോ റിട്ടേൺ ടെസ്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ എഴുതാൻ നിങ്ങൾ റെഡിയാണെന്നൊരു കൺഫർമേഷൻ കൂടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് ചോദിക്കുന്ന സമയത്ത് നിർബന്ധമായും കൊടുത്തിരിക്കുക. അങ്ങനെയെങ്കിൽ മാത്രമേ പരീക്ഷയ്ക്ക് 2 ആഴ്ച മുമ്പ് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് പരീക്ഷ എഴുതാൻ അവസരം ലഭിക്കുകയുള്ളൂ. അതേപോലെ നിങ്ങളുടെ ആധാറിന്റെ കോപ്പി നമ്മുടെ പ്രൊഫൈലിലേക്ക് ഒരു കോപ്പി അപ്ലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ID പ്രൂഫായിട്ട് നമ്മൾ ടെസ്റ്റ് എഴുതാൻ പോകുന്ന സമയത്തോ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്തോ ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണെന്ന് പറഞ്ഞു. www.keralapsc.gov.in എന്ന സൈറ്റ് വഴി 2025 ജനുവരി 29 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും. താല്പര്യമുള്ള അവസരം പരമാവധി ബലപ്പെടുത്തുക. 10ാം ക്ലാസ്സിന്റെ അടിസ്ഥാന യോഗ്യത കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ കൊടുക്കാൻ കൂടി ഓർത്തിരിക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ലഭിക്കാൻ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.